ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഡിയാസ് ബൈ ലാവാഹി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഈ പ്രിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഫോർഡിൻ്റെ മസ്താങ്ങിൻ്റെ ഷെൽബി GT500 നമ്മളൊരു A4 കൊണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. സോ A4 കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബോർഡോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് A4 മാത്രം. എന്നിട്ട് കട്ടിയോടെ നിൽക്കുന്നുണ്ടോ എന്നല്ല നമുക്ക് ലാസ്റ്റ് തന്നെ നോക്കാം. ഈ വണ്ടി എങ്ങനെ ഉണ്ടാകുമെന്നും നമുക്ക് ലാസ്റ്റ് തന്നെ നോക്കാം. സോ ഫ്രണ്ട്സ്, ഈ ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെയും തോന്നുന്നു. എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഫോർഡിൻ്റെ മസ്താങ് ഷെൽബി GT500. കാരണം ഒരു പാമ്പിൻ്റെ ചിഹ്നവും ഭയങ്കര സൗണ്ടും എല്ലാം എനിക്ക് ഈ വണ്ടിനെ കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ ഒരു പ്രിൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കുട്ടികളുടെ പ്രിൻ്റാണ്. ഈ കാർ ആൻഡ് ഡ്രൈവർ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കുട്ടികളുടെ പ്രിൻ്റാണ്. ഇതിന് വലിയ പ്രിൻറ്റുകൾ വരുന്നുണ്ട്, അത് ഞങ്ങളുടെ ചാനലിൽ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു പ്രിൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 86 ചെയ്യുന്നുണ്ട്. ആ 86 എന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഒരുപാടുണ്ട്, ഇതുപോലെ ഈസി അല്ല. സോ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം അരമണിക്കൂറൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രിൻറ്റും ഇരുന്നിട്ടുള്ളത്. പക്ഷേ 86 ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പക്ഷേ ഒരു ദിവസം ഇരുന്നിട്ടുണ്ട്. സോ അത് അത്രയും ടഫായിട്ടുള്ള സാധനങ്ങളായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. സോ ഇതിപ്പോൾ ടൈം ലാപ്സ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് ഏകദേശം അരമണിക്കൂറോളം ഇതിമ്മ കട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. അത് എളുപ്പമല്ല എന്ന് വെച്ചാൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട് ഇതിമ്മ. ആ പോയിൻറ്റ്സ് നമ്മൾ വ്യക്തമായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളതെല്ലാം ഇതിലങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ പ്രിൻറ്റിൽ തന്നെ ഏകദേശം എല്ലാം കാണിക്കുന്നുണ്ട്. സോ ഈ പ്രിൻറ്റ് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല ലിങ്ക്. അത് ഞാൻ ലാസ്റ്റ് വെച്ചിട്ട് ഒരു ഭാഗത്ത് വെച്ച് പറയാം അത് എവിടെ നിന്ന് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ചാൽ. വലിയ സംഭവമൊന്നുമല്ല, വീഡിയോ ചിലപ്പോൾ ഫുള്ളായിട്ട് കാണുന്നവർക്ക് സംഭവം ആ പ്രിൻറ്റ് എവിടെ ഉണ്ടാകുമെന്ന് അറിയാം, കിട്ടും. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി തന്നെ ആദ്യം പോയി തപ്പി കഴിഞ്ഞാൽ കിട്ടും തോന്നുന്നില്ല. സോ നിങ്ങൾ വീഡിയോ എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇത് കണ്ടാൽ മതി, ഞാൻ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല. സോ നമ്മളിപ്പോൾ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. വെച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. സോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും ആ ഒരു സാധനം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് പോയിൻറ്റുകൾ, ഞാൻ അതിൽ ചില പോയിൻറ്റുകളൊന്നും കട്ട് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ. സോ ആ പോയിൻറ്റുകൾ കണ്ട അതിലിങ്ങനെ ഒരു ഫ്ലാപ്പുകൾ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റുകൾ അതിലുണ്ട്. സോ അതൊക്കെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. നമ്മൾ അതെല്ലാം മടക്കി ഒട്ടിക്കേ വേണ്ടിയുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്കെന്തായാലും ഇത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു കട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ആയിന്ന്. ഓക്കെ, ഫൈനലി നമ്മൾ ആ ഒരു മസ്താങ് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ സ്പോയിലറിലാണ് നിൽക്കുന്നത്. സ്പോയിലർ അതിൽ തന്നെ ഉണ്ടായിരുന്നു. സോ സ്പോയിലർ നമ്മൾ ഏകദേശം സെറ്റാക്കി എടുത്തു. ഇപ്പോൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് അത് അവസാനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ സ്കെയിലൊന്നും എടുത്തിട്ട് നമ്മൾ ആ ഒരു മടക്കേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ സ്കെയിലൊന്നും എടുത്തിട്ട് സ്കെയിലൊക്കെ എടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മടക്കണ ഭാഗങ്ങൾ കൊളാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. സോ മടക്കേണ്ട ഭാഗങ്ങളൊക്കെ കറക്റ്റ് രീതിയിൽ തന്നെ മടക്കി കഴിഞ്ഞാണെങ്കിൽ നമുക്കൊന്ന് ഒട്ടിക്കണ പ്രോസസ്സിൽ കഴിയാം. സോ ഇനി നമുക്ക് മടക്കണേക്ക് ഇരിക്കാം.
ആൻഡ് ഫൈനലി നമ്മളങ്ങനെ മസ്താങ് ഫുള്ള് മടക്കിയെടുത്തു. ഇനി നമ്മൾ ഫെവിക്കോളാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ മാത്രം യൂസ് ചെയ്താൽ മതി, കാരണം പേപ്പറാണല്ലോ, അത് നല്ല ടഫായിട്ട് തന്നെ ഒട്ടി നിന്നോളും. വേറെ വലിയ പശകളൊന്നും ഉപയോഗിക്കേണ്ട. വേറെ ഉള്ള പശകൾ ഉപയോഗിച്ചാൽ അപകടമാകും ചിലപ്പോൾ. സൂപ്പർ ഗ്ലൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമ്മളെ കൈ മുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഫെവിക്കോൾ മാത്രം ഉപയോഗിച്ചാൽ മതി. അതാണ് കുറച്ചുകൂടി സേഫും കുറച്ചും കൂടി ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനം ഫെവിക്കോളാണ്. സോ നമ്മളിപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ എല്ലാ പോയിൻറ്റും ഭയങ്കര സൂക്ഷിച്ച് വേണം ഒട്ടിക്കാൻ. കാരണം വെച്ചാൽ ആ മറ്റേ പേപ്പറിൻ്റെ വൈറ്റ് ഭാഗങ്ങളൊന്നും ഒക്കെ കട്ട് ചെയ്യാനടുത്ത് ശ്രദ്ധിക്കണം കേട്ടോ. കട്ട് ചെയ്യാനടുത്ത് നമ്മൾ ആ പേപ്പറിൻ്റെ വൈറ്റ് ഭാഗങ്ങളും എക്സ്ട്രാ ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യാൻ നോക്കരുത്. നമ്മൾ ഓവറായിട്ടും കട്ട് ചെയ്യരുത്. എന്ന് വെച്ചാൽ മടി കൂടിയിട്ട് ഇങ്ങനെ വെറുതെ കോളാക്കി കട്ട് ചെയ്യാനും പാടില്ല. കറക്റ്റ് രീതിയിൽ കട്ട് ചെയ്യണം. പിന്നെ ഒട്ടിക്കുന്ന നേരത്തും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഓവറായിട്ട് പശ ചേർക്കാൻ പാടില്ല. ഓവറായിട്ട് പശ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നനയാനും പേപ്പർ നശിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇത് വെറും പേപ്പറല്ലേ, പേപ്പറായ കേട് വരാൻ കുറേ സാധ്യതയുണ്ട്. സോ നമ്മളിപ്പോൾ ഫ്രണ്ട് ഭാഗം നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കും. ഇത് എന്ന് പറഞ്ഞാൽ നല്ലപോലെ കംപ്ലീറ്റ് ഒരു മസ്താങ്ങിൻ്റെ ലുക്ക് വരാൻ സാധ്യത. കാരണം വെച്ചാൽ ഒരു ക്യൂബിക് ഷേപ്പ് വരാനാണ് സാധ്യത. കാരണം ഇതൊരു സിംഗിൾ പേപ്പർ ആർട്ടാണ്. എന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രിൻ്റാണിത്. കുട്ടികളുടെ ആ ഒരു കുട്ടികൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു രൂപത്തിലാണ് ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് ഉള്ളത്. സോ ഈ ഒരു പ്രിൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 20 രൂപയാണ് ഞങ്ങളവിടെ വന്നത്. എന്ന് വെച്ചാൽ ഒരു കളർ പ്രിൻ്റ് എടുക്കുമ്പോൾ 20 രൂപ, പൊതുവെ 20 രൂപ. ഇതൊരു പിന്നെ ഒരു സിംഗിൾ ഷീറ്റാണ്. സിംഗിൾ ഷീറ്റ് എടുക്കുമ്പോഴാണ് 20 രൂപ വന്നത്. ഇതുപോലെ തന്നെ ഡബിൾ ഷീറ്റും 5 ഷീറ്റൊക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ എടുക്കുമ്പോഴുള്ള പ്രൈസ് ഇച്ചിരി കൂടും. പക്ഷേ അതൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വണ്ടികളാണ്. ഞാൻ A6നെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞല്ലോ. A6 എന്ന് പറയുകയാണെങ്കിൽ ഒരു ദിവസത്തോളം ഞാൻ കട്ട് ചെയ്താൽ തന്നെ എടുത്തു. എന്ന് വെച്ചാൽ അത്ര ടഫാണ് A6. ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈസിയാണ്. ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇങ്ങനെയാണ് അവസാനം നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒട്ടിച്ചെടുത്തു. ആൻഡ് ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് ഒട്ടിച്ചെടുത്തു. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ ഞങ്ങൾ മിക്കവാറും സൈബർ ട്രക്കും ബുഗാറ്റിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ അതൊക്കെ ഇതുപോലത്തെ കുട്ടികളുടെ സാധനം തന്നെയാണ്. ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ഇതുപോലത്തെ കുട്ടികളുടെ സാധനം വെച്ചിട്ട് ഈസി ആയിട്ടുള്ള ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഈസി ആയിട്ടുള്ള ചെയ്യുന്നത്. ടഫായിട്ടുള്ള നമുക്ക് ലാസ്റ്റ് ചെയ്യാം. സോ അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ PDF ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒരിടത്തൊന്നുമല്ല, ഇൻസ്റ്റാഗ്രാമിൽ DM അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ആ കമൻറ്റിൽ പോയിട്ട് ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കമൻറ്റ് ഒന്ന് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവും. സോ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ കിട്ടുമെന്ന്. ഞങ്ങൾ വെറുതെ ഒന്ന് കുഴപ്പിച്ചാണെന്ന് വെച്ചാൽ പൊതുവെ എല്ലാവരും ഡിസ്ക്രിപ്ഷനിലാണ് ഇടാം, ഇത് ഡിസ്ക്രിപ്ഷനിലില്ല, അത്രേ ഉള്ളൂ. സോ ഫ്രണ്ട്സ്, ആൻഡ് ഫൈനലി ഇങ്ങനെ ഉണ്ടാവും നമ്മൾ മസ്താങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ ക്യൂബിക് ഷേപ്പാണ് ഇങ്ങനെ വരുന്നത്. ഇത് റെഡ് എന്ന് പറയുന്നത് എൻ്റെ അല്ല, അതെൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, FTG Proൻ്റെ ആണ്. അപ്പോൾ FTG Pro ഇതുപോലത്തെ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതുപോലത്തെ വീഡിയോസ് തന്നെ ഉണ്ടാവും. സോ അവൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഒരു വണ്ടിയുടെ അടിയിൽ ഞാൻ ഇങ്ങനത്തെ ഒട്ടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വണ്ടി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു പൊളിയുന്ന പോലെ ഫീൽ ചെയ്തു. വെച്ചാൽ അത് ഞെങ്ങുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് വണ്ടിക്ക് ഒരു സ്റ്റേബിളിന് വേണ്ടിയിട്ട് വെച്ചാണ്. സോ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും. സോ സീ യു ലേറ്റർ നെക്സ്റ്റ് വീഡിയോ. നമ്മളെന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ. സോ മസ്താങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ.